അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 25,000 താഴെ വരുന്നൊരു ഫോൺ, നല്ലൊരു ഫോൺ തിരഞ്ഞെടുക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും റിയൽമിയുടെ ഭാഗത്തുനിന്നും, ഓപ്പോയുടെ ഭാഗത്തുനിന്നും, വൺ പ്ലസിൻ്റെ ഭാഗത്തുനിന്നും, ഐക്യൂയുടെ ഭാഗത്തുനിന്നും, നത്തിങ്ങിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ ഫോണും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെ വൺ പ്ലസിൻ്റെ ഭാഗത്തുനിന്നും പുതിയ ഇറങ്ങിയിട്ടുണ്ട് നോഡ് C4. അപ്പോൾ ഫസ്റ്റ് ലുക്കിൽ നമുക്കത് നല്ല ഫീലാണ് കാണാനും അതുപോലത്തെ പരിപാടികളൊക്കെ. പക്ഷെ ബാക്കി ആ ഒരു റേഞ്ചിലുള്ള ഡിവൈസസ് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അതൊരു നല്ല ഫോണാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പം ഈ ഒരു വൺ പ്ലസ് നോഡ് C4 ഇറങ്ങിയല്ലോ. അപ്പോൾ അതിനോടൊപ്പം തന്നെയുള്ള ടോപ്പ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഫോണുകളുണ്ട്. ഈ ചാനൽ നമ്മൾ അധികം നോക്കാതെ പോയാൽ, നമ്മൾ പറയാതെ പോയൊരു ഫോൺ നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഫോണിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കാണുന്നത്. അപ്പോൾ ആ ഒരു ഫോൺ പോക്കോയുടെ X6 Pro. ആരും അങ്ങനെ അറിയാതെ പോയൊരു ഫോൺ. നമ്മൾ വിചാരിക്കുന്ന പോലൊരു ഫോൺ അല്ലത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഫ്ലാഷ് ലെവൽ പെർഫോമൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഫോൺ ഒരു 25,000 കിട്ടുവാണെങ്കിൽ പോക്കോ X6 Pro ഉള്ളൂ ആ ഒരു ഡിവൈസിന് പകരം വെക്കാൻ. വേറൊരു ഡിവൈസ് മൈക്യൂടെ ഭാഗത്തുനിന്നുള്ള ഒരു ഡിവൈസ് നമുക്കത് അതിന് പകരം വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്, ജസ്റ്റ് കമ്പാരിസൺ വീഡിയോ ആണ്. കുറേ സ്പെക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു സ്പെക്ക് കണ്ടിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് സിംപ്ലിഫൈ ആയ രീതിയിൽ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനായിട്ടും ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത് പോക്കോയുടെ X6 Pro, അതുപോലെ തന്നെ നത്തിങ് ഫോൺ 2, പിന്നെ നമ്മുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത വൺ പ്ലസിൻ്റെ നോഡ് C4. അപ്പോൾ നമ്മളിവിടെ കമ്പയർ ചെയ്യുന്ന ഫോൺസിൻ്റെ കമ്പനീസിൻ്റെ കാര്യം പറയണ്ടല്ലോ, പോക്കോ, നത്തിങ്, അതുപോലെ വൺ പ്ലസ്. അപ്പം ഈ ഒരു 3 ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന, അതായത് എൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഫോൺ വാങ്ങാം. അവിടെ വേറെ റിവ്യൂ കാണേണ്ടതോ അതുപോലെ തന്നെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആ ഒരു ബ്രാൻഡോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ആ ബ്രാൻഡിൽ നിങ്ങൾക്ക് എടുക്കാം, ഞാൻ ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ അതല്ല, ആ ഒരു റേഞ്ചിൽ 25,000 അല്ലെങ്കിൽ 26, 27 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോൺ, അതുപോലെ തന്നെ 23, 21, 22 ആ ഒരു റേഞ്ചിൽ നല്ലൊരു ഫോൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും മിഡിലായിട്ട് നിൽക്കുന്ന 3 ഫോൺസാണിത്. ഈ ഒരു നത്തിങ് ഫോൺ 2, ഐക്യു C6 Proയും വൺ പ്ലസിൻ്റെ നോഡ് C4. അപ്പം ഈ ഒരു 3 ഡിവൈസിൻ്റെ പ്രൈസിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് നത്തിങ് ഫോൺ 2 ആണ്. 23,990 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വൺ പ്ലസിൻ്റെ നോഡ് C4 സ്റ്റാർട്ട് ചെയ്യുന്നത് 24,990 രൂപയ്ക്കാണ്. പോക്കോ X6 Pro സ്റ്റാർട്ട് ചെയ്യുന്നത് 25,990 രൂപയാണ്. അതായത് 26,000 രൂപ നമ്മൾ മുടക്കേണ്ടി വരും. പെട്ടെന്നൊരു കൺക്ലൂഷൻ എത്തിക്കാൻ നിങ്ങൾക്ക് മെയിനായിട്ടും വേണ്ടത് ഒരു പെർഫോമൻസ് ഫോണാണ്. BGM എടുക്കുന്നത് നിങ്ങൾക്ക് സ്മൂത്ത് 90 FPS കിട്ടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെവി ഗെയിമിങ്, അതായത് മൾട്ടിപ്ലെയർ ആയിക്കോട്ടെ, പവർഫുൾ ആയിട്ടുള്ള ഗെയിമൊക്കെ ആയിക്കോട്ടെ, അപ്പോൾ ഗെയിം കളിക്കാനാണ് മെയിനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോണിൻ്റെ UI വലിയ വിഷയമില്ല. അതുപോലെ തന്നെ ക്യാമറ കുറച്ചെങ്കിലും മതി, വലിയ പെർഫോമൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത്യാവശ്യം ബാറ്ററി ലൈഫ്, അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ്, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ, അതൊക്കെയാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പോക്കോ Z6 Pro നിങ്ങൾക്ക് കണ്ണും പൊട്ടിയെടുക്കാം. അപ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെർഫോമൻസ് ആണ് നിങ്ങളുടെ മെയിൻ. വേറെ ഒരു കാര്യം നമുക്കൊരു വിഷയമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ UI ആയാലും പിന്നെ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ പോക്കോ X6 Pro നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാൻ ഒന്നുകൂടി പറയുകയാണ്. അതിനകത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു SoC ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. മീഡിയാടെക്കിൻ്റെ ഡൈമെൻസിറ്റി 8300 Ultra. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന LPDDR4X അല്ല 5X റാമാണ് വരുന്നത്. അത്യാവശ്യം വേരിയൻ്റ് കൂടിയ, അതായത് മിഡ് റേഞ്ച് തൊട്ട് ഫ്ലാഗ്ഷിപ്പിൽ കാണുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാം ടെക്നോളജിയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഈ ബാക്കി 2 ഡിവൈസസും. അപ്പോൾ ഒരു കാറ്റഗറി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് പോക്കോ X6 Proയ്ക്ക് പെർഫോമൻസ് മാത്രമേ മെയിനായിട്ടും തരാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളത് ലോക്ക് ചെയ്തു, നമ്മളത് മാറ്റി വയ്ക്കുന്നു. ഈ ബാക്കിയുള്ളത് വൺ പ്ലസിൻ്റെ നോഡ് C4ഉം നത്തിങ് ഫോൺ 2 ആണ്. ഈ ഒരു 2 ഡിവൈസസും കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അതായത് UI വെച്ച് നോക്കാൻ പറ്റും, അതുപോലെ തന്നെ ഓവറോൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റും. മെയിനായിട്ടും ഇതിനകത്ത് വന്ന് കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് സെയിം ഡിസ്പ്ലേസ് ആണ്. അതായത് സെയിം സൈസും ടെക്നോളജിയും ഒക്കെ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ വലിയ വേരിയേഷൻസ് നമുക്ക് കാണില്ല. പിന്നെ ഉള്ളത് ഇതിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നിന് സ്നാപ്ഡ്രാഗനും മറ്റേതിൽ മീഡിയാടെക്കുമാണ് കിട്ടുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലോങ് ടൈമിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. നമുക്ക് കുറേ പേർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ്. എനിക്കും ഏകദേശം അറിയാം അതിൻ്റെ ഒരു ഇത്. മീഡിയാടെക് എന്ന് പറയുന്നത് അങ്ങനെ അത്ര റിലയബിൾ ആയിട്ടുള്ള സംഭവമല്ല. പക്ഷേ നത്തിങ് ഫോൺ 2 കൊടുത്തിട്ടുള്ളത് ഒരു കസ്റ്റം ആയിട്ടുള്ള ചിപ്പ് ആയതുകൊണ്ട് തന്നെ, പിന്നെ നത്തിങ് ആ ഒരു ഡൈമെൻസിറ്റിക്ക് വേണ്ടി ഒപ്റ്റിമൈസേഷൻ ചെയ്തുകൊണ്ട് കൂടി തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം എഫക്റ്റും അതുപോലെ തന്നെ ലോങ് ടൈമിൽ അത് വലിയൊരു പ്രശ്നമാവാൻ ചാൻസ് കുറവാണ്. പിന്നെ പെർഫോമൻസിൻ്റെ വെച്ച് നോക്കുമ്പോൾ ആ 2 ചിപ്പ് വെച്ച് നോക്കിയാൽ സ്നാപ്ഡ്രാഗൻ്റെ ആ ഒരു ചിപ്പാണ് പെർഫോമൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു വൺ പ്ലസ് നോഡ് C4 വരുന്ന ആ ഒരു ചിപ്പ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 7 Gen 3 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്പാണ്. അതായത് ഇപ്പോഴത്തെ ആ ഒരു 8 Gen 2 ഉണ്ടല്ലോ, ആ ഒരു ചിപ്പിൻ്റെ അത്രയും പെർഫോമൻസ് വരുന്നുണ്ട് അതിന്. പിന്നെ ചെറിയ സംഭവങ്ങൾ, അതായത് 8 സീരീസ് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രീമിയം സീരീസാണ്. അതുകൊണ്ട് തന്നെ ആ ചിപ്പിൽ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊന്നും ഈ ഒരു 7 സീരീസിൽ കിട്ടുന്നില്ല. പക്ഷേ പെർഫോമൻസ് ഏകദേശം സെയിം ആണ്, വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് നമുക്ക് ആ ഒരു വൺ പ്ലസ് 12R ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം പെർഫോമൻസിൻ്റെ ഭാഗത്തുനിന്ന്.
പിന്നെ ഈ 2 ഫോണും ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണൊന്നുമല്ല. നമുക്ക് ഓവറോൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. എല്ലാ സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അത് ക്യാമറയ്ക്ക് ക്യാമറ, വീഡിയോയ്ക്ക് വീഡിയോ, പെർഫോമൻസിന് പെർഫോമൻസ്, അതുപോലെ യൂസർ എക്സ്പീരിയൻസിന് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇനിയിപ്പോൾ അതിൽ നമ്മൾ ഫിൽറ്റർ നോക്കിക്കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 2 ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ ഔട്ട്പുട്ട് തരാം, ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ. OnePlus Nord C4 നമുക്ക് മെയിനായിട്ട് തരാൻ പോകുന്ന ആ ഒരു യൂസർ എക്സ്പീരിയൻസ് OnePlusൻ്റേതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പിന്നെ OnePlusൻ്റെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ എക്സ്പീരിയൻസ് OxygenOS 14 ആണ്, കളർ OS തന്നെയാണ്. പക്ഷേ അവർക്ക് കുറേയധികം എന്താ പറയുക, അവരുടെ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ആ ഒരു OxygenOS 14 ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പവർഫുൾനെസ് നമുക്ക് ആ ഒരു OxygenOS 14 കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഫോൺ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ കസ്റ്റമൈസേഷനാണ് നിങ്ങൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാം നടക്കണം, അതുപോലെ എനിക്ക് കസ്റ്റമൈസേഷൻ ചെയ്യണം, കസ്റ്റമൈസേഷൻ പ്രോ ആണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു OnePlus Nord C4 നിങ്ങൾക്ക് കണ്ടുമുട്ടി എടുക്കാം. ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറയും അതിനകത്ത് വരുന്ന UI ഒരു ബ്രോഡ് ബേഴ്സും പാടില്ല. അതുപോലെ തന്നെ എനിക്ക് വലുതായിട്ട് വാൾപേപ്പേഴ്സ് മാറ്റാനോ അങ്ങനെ കസ്റ്റമൈസേഷനോ ഞാൻ തീരെ നോക്കാറില്ല. ഫോൺ മേടിച്ച് ആ വാൾപേപ്പർ തന്നെ 5-6 വർഷം യൂസ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നത്തിങ് ഫോൺ 2 എടുക്കാം. ഇപ്പം ഏകദേശം ഒരു ധാരണയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം 3 കാറ്റഗറിയാണ്. പെർഫോമൻസിനാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ പോക്കോയുടെ X6 Pro എടുക്കാം. അതല്ല ഒരു യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഓവറോൾ ആയിട്ടുള്ളൊരു സംഭവം എല്ലാം നമുക്ക് നടക്കണം, അങ്ങനെ ഒരു ഇതാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് കസ്റ്റമൈസേഷനും OnePlusൻ്റെ ഒരു ഫോൺ, പിന്നെ OnePlusൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫി ആ ഒരു ടോണൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ OnePlusൻ്റെ Nord C4 നിങ്ങൾക്ക് എടുക്കാം. ഇനിയിപ്പോൾ അതായത് ഒരു ക്ലീൻ യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കണം, ഒരു ബ്ലോഡ് ബേഴ്സ് പോലും പാടില്ല, പിന്നെ കസ്റ്റമൈസേഷൻ ഞാൻ എക്സ്പെക്റ്റും ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഇതാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നത്തിങ് ഫോൺ 2 നോക്കാവുന്നതാണ്. അപ്പോൾ ഈ കസ്റ്റമൈസേഷൻ്റെ ഭാഗം പറയുമ്പോൾ ചിലപ്പോൾ കുരു കൊട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നത്തിങ് ഫോൺ 2 അത്യാവശ്യം കസ്റ്റമൈസബിൾ ആണ്. പക്ഷേ പോക്കോയുടെ ഹൈപ്പർ OSഉം പിന്നെ OnePlusൻ്റെ ആ ഒരു കളർ OSഉം 14 വെച്ച് നോക്കുമ്പോൾ വലിയ കസ്റ്റമൈസേഷനൊന്നും ആ ഒരു നത്തിങ് ഫോൺ 2 ഇതുവരെ വന്നിട്ടില്ല. ഇനിയും ഭാവിയിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ കാര്യം നോക്കിക്കഴിയുമ്പോൾ ഒരു ഓവറോൾ കസ്റ്റമൈസേഷൻ അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് OxygenOS 14 പോക്കോയുടെ ആ ഒരു ഹൈപ്പർ OSലൊക്കെയാണ്. ഇപ്പോൾ അതിൽ വല്ല ഇതിൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം, അറിയിക്കാം. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ ഈ ഒരു ഡിവൈസസിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരു ധാരണയിലെത്തി എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ്. പോക്കോ X6 Pro എങ്ങനെയുണ്ടെന്നും നത്തിങ് ഫോൺ 2 എങ്ങനെയുണ്ടെന്നും OnePlus Nord C4 ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇത്ര നാളത്തെ ആ ഒരു എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യുന്നത് അടിപൊളിയായിരിക്കും. അപ്പോൾ അതിലും ഓക്കെ, ബൈ.